ബിഗ് ബോസ് അഗ്നി പരീക്ഷ ഇന്നലെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിലെ ഏറ്റവും വലിയ അൺഫെയർ നടന്നിട്ടുള്ള എനിക്കാണ്. കാരണം ഫസ്റ്റത്തെ എപ്പിസോഡ് മുതൽ എൻ്റെ വരേണ്ട കണ്ടൻസ് ഒന്നും വന്നിട്ടില്ല. മനസ്സിലായി, 100-ൽ 10% പോലും നിങ്ങൾ എൻ്റെ കണ്ടൻസ് കണ്ടിട്ടില്ല. കാരണം ഇവർ കാണിക്കുന്നത് മൊത്തം കോമഡി, ഓവർ ആക്ടിങ്, കരച്ചിൽ, ഇങ്ങനെയുള്ള ആൾക്കാരിനെയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ആ 39 മീൻസ് 40 പേരിലും മീൻസ് കോമഡിനെയൊക്കെയാണ് നിങ്ങൾ അടിപൊളി പേഴ്സണാലിറ്റി പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇവരൊന്നും സ്ട്രോങ് പ്ലേയേഴ്സ് അല്ല. മനസ്സിലായോ? പിന്നെ ഇന്നലെ റിയാസ് പറയുന്നുണ്ട്, ഞങ്ങൾ ഗെയിം നോക്കിയിട്ടല്ല വിടുന്നത്, പേഴ്സണാലിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. മൂന്നാമത്തേത് പ്ലേ ഫോർ യുവർ സെൽഫ്. മനസ്സിലായി, ഗ്രൂപ്പ് ടാസ്ക് ആണെങ്കിലും പ്ലേ ഫോർ യുവർ സെൽഫ്. അപ്പം ഞാൻ എന്ത് ചെയ്ത് മീൻസ് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു സ്റ്റേജ് വരെ എത്തിയിരിക്കുന്നത്. സോ എനിക്ക് ഇത് സിമ്പിളായിട്ട് തോന്നിയ പോലെ കളിക്കാനല്ല പോയത്, ഞാൻ മരിച്ച് കളിക്കാൻ തന്നെ പോയത്. മനസ്സിലായില്ലേ? അപ്പോൾ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ ഓരോ ടീംസ് വരുമ്പോൾ ഞാൻ എന്തൊക്കെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ ടാസ്കിൻ്റെ ടൈമിംഗ് കൂട്ടാൻ പറ്റുമോ, അങ്ങനെ എനിക്ക് പറയാൻ മീൻസ് എങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്നും അവിടെ വന്നിട്ടില്ല. ഓക്കെ, സോ എന്തായാലും ഇവരെ ഞാൻ അറ്റാക്ക് ചെയ്തതുകൊണ്ട് ഞാൻ ടാസ്ക് ചെയ്യുമ്പോൾ എന്തായാലും ഇവരെന്നെ തിരിച്ച് അറ്റാക്ക് ചെയ്യും. ആ കയ്യിൽ പിടിക്കുന്ന സാധനം വെച്ചിട്ട് കമ്പിയിൽ വെച്ചിട്ടില്ല, അതിൻ്റെ മുമ്പേ കത്താൻ തുടങ്ങി ഇവർ. കത്തലും ഡയലോഗും ഒരേ സീന്. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ഈ ടാസ്ക് കളിക്കാനല്ല ബിഗ് ബോസിൽ പോയിരിക്കണം. മനസ്സിലായോ? എൻ്റെ പേഴ്സണാലിറ്റി കാണിക്കാനാണ്. ഞാൻ അവിടെ എന്നെ റിയാക്ട് ചെയ്യണ മീൻസ് എൻ്റെ അടുത്ത് ഡയലോഗ് അടിക്കണവൻ്റെ അടുത്ത് റിയാക്ട് ചെയ്യാൻ നിൽക്കുമോ, ഈ ടാസ്ക് ചെയ്യാൻ നിൽക്കുമോ? എന്നാലും ശരി, ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യാലോ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഞാൻ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലായി? ടാസ്ക് ചെയ്യാൻ പറ്റാണ്ടൊന്നുമല്ല, ഞാൻ അവിടെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻസ് എൻ്റെ കണ്ടസ്റ്റൻസിന് എന്താണ് പറഞ്ഞാൽ ഞാൻ ടാസ്ക് ചെയ്യാണ്ട് ഇവൻ്റെ അടുത്ത് റിയാക്ട് ചെയ്യണതാണ് ഇവർക്ക് ദേഷ്യം. മനസ്സിലായില്ലേ? ശരിക്കും പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന 35 പേര് എഗെയിൻസ്റ്റ് 1 ആയിരുന്നു അവിടെ സിറ്റുവേഷൻ. മനസ്സിലായില്ലേ? അപ്പോൾ ആക്ച്വലി ആ ഗെയിമിലെ എൻ്റെ പേഴ്സണാലിറ്റി. മനസ്സിലായില്ലേ? മീൻസ് എത്ര പേര് നമ്മുടെ ഓപ്പോസിറ്റ് ഉണ്ടെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് റിയാക്ട് ചെയ്യുക, മീൻസ് എങ്ങനെ മീൻസ് നമ്മൾ ഓരോ ഇഷ്യൂസിനെ ഡീൽ ചെയ്യേണ്ടത്, മീൻസ് അങ്ങനെയാണ് എൻ്റെ ഗെയിം പ്ലേ. മനസ്സിലായില്ലേ? ഇല്ലാണ്ട് ഇവർ പറയണ പോലെ കോമഡിയോ മീൻസ് അതിലൊരുത്തൻ മീൻസ് ഞാൻ വരുന്ന അമലേ വാടോ പേടിക്കണ്ട, എന്താണ് ഞാൻ കിണറ്റിൻ്റെ ഉള്ളിൽ വീഴുമോ? അങ്ങനെ വീണാ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം എനിക്കൊരു പേടിയില്ല, ഞാൻ എൻ്റെ സ്റ്റൈലിൽ പോയിക്കൊണ്ടിരിക്കണം. അതിന് പക്ഷേ ഇവർ എഡിറ്റിങ്ങിൽ എന്തോ ഞാൻ പേടിച്ചിട്ട് പോണ പോലെ, എനിക്കത് ചെയ്യാൻ പറ്റാത്ത പോലെ. നിങ്ങൾ അവിടെ ഞാൻ നിൽക്കുമ്പോഴും ഇവരിൻ്റെയൊക്കെ സീന് കാണിക്കുന്നുണ്ട്, ഇവർ പോടാ പറയുന്നുണ്ട്, ഞാൻ അവിടെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലായോ? ഇല്ലാണ്ട് ഞാൻ അവിടെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പറയണതൊക്കെ കേൾക്കണം. പക്ഷേ ഇവർ കാണിച്ചിട്ടുള്ള എന്താണ് പറഞ്ഞാൽ ഇവൻ്റെ സീനും ഞാൻ റിയാക്ട് ചെയ്യണതിൽ സൗണ്ടും വെച്ചിട്ടില്ല. അപ്പം എങ്ങനെയുണ്ടാവും നിങ്ങൾ കാണുമ്പോൾ? ഇതാണ് ഇന്നലെ നടന്നത്. എന്നിട്ടും ടാസ്ക് കഴിഞ്ഞിട്ടും എൻ്റെ ഇത് ഞാൻ പറയുന്നുണ്ട്, മീൻസ് ഞാനൊരു ആക്ടറാണ്, ബോഡി ബിൽഡിങ് ചെയ്യുന്ന ഒരാളാണ്. സോ എനിക്ക് ഫസ്റ്റത്തെ ടാസ്ക്കാണ് കിട്ടേണ്ടത്. പക്ഷേ ടീമിന് വേണ്ടിയിട്ട് ഞാൻ ആ ടാസ്ക് ചൂസ് ചെയ്തു എന്നുള്ളൂ. എനിക്ക് ആ ടാസ്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇതൊക്കെ പറയണതിൻ്റെ ഇടയിൽ ഒരുത്തൻ ബോഡി ഇത് ചോദിച്ചപ്പോൾ പറയണ എന്ത് ബോഡി ചോദിക്കണം, അപ്പോഴാണ് ഞാൻ ഇത് കാണിക്കുന്നത്. മനസ്സിലായോ? ഇല്ലാണ്ട് ഒന്നും എല്ലാം കറക്റ്റ് സീനാണ്. പക്ഷേ ഈ ഡയലോഗ്സ് ഒന്നും നിങ്ങൾ വരുന്നില്ല. ഈ കട്ടിൽ ഫുൾ പോവാണ്. എന്താണ് പറഞ്ഞാൽ 5 മണിക്കൂർ എപ്പിസോഡ് 1 മണിക്കൂർ ഇവർക്ക് കാണിക്കാൻ വരുള്ളൂ. മനസ്സിലായില്ലേ? എന്നിട്ട് എലിമിനേഷൻ വരുമ്പോൾ ജഡ്ജസ് പിടിച്ച് സോനെ സേവ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ അവിടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് ആണല്ലോ. അപ്പോൾ സോൻ എന്തായാലും വലുതായിട്ട് പേഴ്സണാലിറ്റി സോനയ്ക്ക് കാണിക്കാൻ പറ്റിയില്ല. സോ സോന സേവ് ആണെങ്കിൽ എന്തായാലും ഞാൻ ഇത്രയും പെർഫോം ചെയ്ത് ഞാൻ എന്തായാലും സേവ് ആണല്ലോ പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നോക്കണോ അഖിൽ മാരാർ, ഞങ്ങൾ ഒരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് പറയുകയാണ്. ഇത്ര ദിവസമായി ഞങ്ങൾ ആ കണ്ടസ്റ്റൻറ്റിനെ കണ്ടിട്ടേ ഇല്ല. അയാൾ ഇന്ന് നോക്കണു പെർഫോം ചെയ്തിട്ടേ ഇല്ല. ഒന്നിൽ പറ, ഒന്നില്ലെങ്കിൽ പേഴ്സണാലിറ്റി കാണിക്കാൻ പറ, ഒന്നില്ലെങ്കിൽ ഗെയിം ചെയ്യാൻ പറ. ഇത് എല്ലാം കൂടി മീൻസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. ഗെയിം കളിച്ച് പറഞ്ഞ പേഴ്സണാലിറ്റി കളിച്ച് പറഞ്ഞ ഗെയിം. ഞാൻ എന്നിട്ടും ആരിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് ഇരുന്ന അമലിന് എനിക്കാണെങ്കിൽ അവിടെ പൊളിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടി പറഞ്ഞിരിക്കും. എന്നിട്ട് എനിക്ക് മൈക്ക് വന്നപ്പോൾ ഞാൻ പറയണേ മീൻസ് അൺഡിസേർവിങ് ആയിട്ടുള്ള പ്ലെയേഴ്സ് എൻ്റെ ടീമിലുണ്ടാകുമ്പോൾ ഞാനിവിടെ നിൽക്കാനേ മീൻസ് ഡേഞ്ചർ സോണിൽ നിൽക്കാനേ ഡിസേർവ് ചെയ്യുന്നില്ല. മനസ്സിലായോ? ഇത് പറയുമ്പോൾ അഖിൽ മാരാർ പിന്നെയും ഡയലോഗ് അടിക്കുന്നുണ്ട്. എന്തെങ്കിലും ചോദിച്ചാൽ ബാക്കി ടീംമേറ്റ്സിനെ പറയാ. അഖിൽ മാരാറിൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ നെഹ്റു, ഗാന്ധിജി, പിന്നെ ആരാണ് VD സതീശൻ, ഇങ്ങനെ പറയുന്ന ആളാണ് എൻ്റെ അടുത്ത് പറയണത്. എന്തെങ്കിലും മീൻസ് എനിക്ക് പറയണല്ലോ എൻ്റെ പേഴ്സണാലിറ്റി മീൻസ് അൺഡിസേർവിങ് ആയിട്ട്. അളകനന്ദ മീൻസ് ഇന്നത്തെ എപ്പിസോഡ് ശ്രദ്ധിച്ച് നോക്കുക. അളകനന്ദൻ്റെ പെർഫോമൻസിൽ ഇവർ സാറ്റിസ്ഫൈഡ് അല്ല. സോ ലൊലീറ്റ അത് ചെയ്യൂ. അപ്പോൾ ഷിജിൻ ആരിനെ ഔട്ട് ചെയ്യണം? ഷിജിനാണ് സെലക്ഷൻ ഔട്ട്. മീൻസ് അളകനന്ദയാണോ അമലാണോ എന്ന്. അപ്പോൾ ഷിജിൻ പറയാണ് അമലിന്. ഷിജിൻ എന്താണ് പറഞ്ഞാൽ സ്ട്രോങ് പ്ലെയറിന് കിട്ടിയ ചാൻസ് തട്ടി. അവനൊരു ന്യായമുള്ള പ്ലെയർ ആണെങ്കിൽ അവിടെ മീൻസ്
ടൈമിങ്ങിന് തീർത്ത ഞാനാണോ അല്ല അവിടെ ഡിസ്ക്വാളിഫൈ ആയ ഗെയിമറിനെയാണോ പിടിച്ച് സേവ് ചെയ്യേണ്ടത്? എന്നിട്ട് ഞാൻ ഇത് അഖിൽമാരാർ പറഞ്ഞ ഡയലോഗും ഇല്ല, ഞാൻ പറഞ്ഞ ഡയലോഗും ഇല്ല. എന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പറയാനുണ്ടോയെന്ന്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ്. മനസ്സിലായോ? അതിനെ ആ ആക്ഷനും കട്ട് ഞാൻ എന്തോ ജസ്റ്റ് ഇങ്ങനെ നടന്ന് മീൻസ് എനിക്ക് ആ ദേഷ്യം വന്നിട്ട് ഞാൻ നിൽക്കാണ്ട് എനിക്കൊന്നും പറയാനില്ല പറഞ്ഞ് ഞാൻ പോവാണ്. അത് നിങ്ങൾ കാണുമ്പോൾ ഞാൻ ജസ്റ്റ് ബാക്കിയുള്ളതിനെ പോലെ കരഞ്ഞിട്ടോ ഞാൻ പോകുമ്പോൾ കൂടി എൻ്റെ പേഴ്സണാലിറ്റി കാണിച്ചു. മീൻസ് എനിക്ക് ലൈക്ക് മനസ്സിലായില്ലേ? ഇത്രയും കാണിച്ചിട്ട് ഇതൊന്നുമേ എപ്പിസോഡിൽ വന്നിട്ടില്ല. പിന്നെ എനിക്ക് എന്താണ് പറയാനുള്ളത് പറഞ്ഞാൽ കോമൺ ടാഗിൽ ഒരുത്തൻ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോവുകയാണെങ്കിൽ കൂടിയിട്ട് 19 സെലിബ്രിറ്റീസിനെ ഒറ്റയ്ക്ക് നിന്ന് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരുത്തനായിരിക്കണം അതിൻ്റെ ഉള്ളിൽ കണ്ടത്. ഇല്ലാണ്ട് കോമഡി അടിക്കണതോ അല്ല കരയണതോ അല്ലെങ്കിൽ ഓവർ ആക്ടിങ് ചെയ്യണവനോ പോയിട്ട് ഈ 19 സെലിബ്രിറ്റീസിനെ ഒറ്റയ്ക്ക് നിന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ആലോചിച്ച് നോക്ക്.